നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് എക്കാരുടെ സെമസ്റ്റർ 2ലുള്ള ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നുള്ള പേപ്പറാണ്. ഇതാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ അതിലുള്ള മൊഡ്യൂൾ 1ലുള്ള ഇക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് R be an equivalence relation on a set A. The set of all elements that are related to an element A of A is called the equivalence class of A. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ എയിലുള്ള ഒരു എലമെൻ്റ് ആണ് എ. നിങ്ങൾ ആർ എന്ന് പറഞ്ഞൊരു റിലേഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എ കോമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ബി എടുത്ത് വിചാരിച്ചോ. അപ്പോൾ എ കോമ ബി ഉണ്ട്, അതുപോലെ തന്നെ എ കോമ സി ഉണ്ട് ആറിൽ, എ കോമ ഡി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ എഴുതാം, നമ്മൾ സിമ്പിൾ ഇങ്ങനെയാണ്. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും? എ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻസിലൊക്കെ എഴുതും. ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എ കോമ എ ഉണ്ട്. അപ്പോൾ എയും ബിയും സിയും ഡിയും ഉണ്ടെന്ന് ഞാൻ അവിടെ എഴുതും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ എ ആയിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്നത് അതിനെ ഒരു സെറ്റാക്കി എഴുതുക. അതിനെയാണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയണത്. പിന്നെ അതിൻ്റെ നൊട്ടേഷൻ ഇതാണ്, അതിനെ നമ്മളിങ്ങനെയാണ് എഴുതുക. പിന്നെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒറ്റ ഈ ആറിന് താഴെ സബ്സ്ക്രിപ്റ്റ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില സമയങ്ങളിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ if R is an equivalence relation on a set A, the equivalence class of the element A is called ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ആർ എന്ന് പറഞ്ഞത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. ദി ഇക്വലൻസ് ക്ലാസ് ഓഫ് ദ എലമെൻറ്റ് എ എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എസ് സച്ച് ദാറ്റ് എ കോമ എസ് ബിലോങ്സ് ടു ആർ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻസിനെയാണ് നിങ്ങൾ ആ സെറ്റാക്കി അവിടെ എഴുതണം. വേറെ ഒന്നുമില്ല. ഇപ്പം നേരത്തെ ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. If B belongs to equivalence class of A, then B is called a representative of this equivalence class. Any element of a class can be used as a representative of this class. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതി, ഇപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിൽ എ ബി സി ഡി ആണ്. അപ്പോൾ ബി ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്, സി ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്, ഡി ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഏത് എലമെൻറ്റും ആ ഇക്വലൻസ് ക്ലാസ്സിലുള്ള ഏതൊരു എലമെൻറ്റ് നിങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ബി ബിലോങ്സ് ടു, അതായത് ഇക്വലൻസ് ക്ലാസ്സിൽ ആ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് എനിക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പറയാം. ഓക്കെ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ്? ഇഫ് ബി ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ, ദെൻ ബി ഈസ് കോൾഡ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദിസ് ഇക്വലൻസ് ക്ലാസ്. മാത്രമല്ല എനി എലമെൻറ്റ് ഓഫ് എ ക്ലാസ് ക്യാൻ ബി യൂസ്ഡ് എസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏത് എലമെൻറ്റ് എടുത്താലും, ആ ഇക്വലൻസ് ക്ലാസ്സിലുള്ള ഏത് എലമെൻറ്റ് നിങ്ങൾ എടുത്താലും അതെന്താണ്? അതൊരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അല്ലാണ്ട് ഇന്നൊരു പർട്ടിക്കുലർ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട് അങ്ങനെയില്ല. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്താണ്, ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതിൻ്റെ ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്, ഇക്വലൻസ് ക്ലാസ് ഫോർ ആർ. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, തന്ന സെറ്റിലെ എലമെൻറ്റ്സ് അവിടെ എഴുതി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? എ എന്ന് പറഞ്ഞുള്ള സെറ്റ് തന്നിട്ട് അതിലെ എലമെൻറ്റ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്? എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവർ ആ റിലേഷനിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എഴുതുന്ന സമയത്ത് അതൊരു മൾട്ടിപ്പിൾ ആണെങ്കിൽ വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 എടുക്കാം. 1ൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആയിട്ട് 1നെ ഏത് നമ്പറായിട്ട് നിങ്ങൾ മൈനസ് ചെയ്താലാണ് നിങ്ങൾക്ക് അത് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുക. അപ്പോൾ നോക്കിയാൽ 1നെ നിങ്ങൾ 1നെ കൊണ്ട് തന്നെ മൈനസ് ചെയ്തു. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതാണ്. 0 എന്ന് പറഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 5 ഇൻറ്റു 0 നിങ്ങൾക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഇവിടെ വരും. ഇനി അടുത്ത് 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 എന്ന് പറഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ -2 വരില്ല. ഞാൻ പോലെ 1 മൈനസ് 3 അത് -2 ആണ്, അതും വരില്ല. 1 മൈനസ് 4 അത് -3 ആണ്, അതും വരില്ല. 1 മൈനസ് 5 അതും വരില്ല അല്ലേ, അത് കാരണം അത് -4 ആണ്. ഇനി 1 മൈനസ് 6 പറഞ്ഞാൽ -5 ആണ്. -5 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 6 ഇവിടെ വരും അല്ലേ. നിങ്ങൾ ഏത് നമ്പറിനെയാണോ ഇവിടെ ഏത് നമ്പറിനെയാണോ നിങ്ങൾ പിടിച്ച് മൈനസ് ആക്കണം, ആ നമ്പറിനെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആ 2 നമ്പറാണ് ഇത്. ഇനി അടുത്തത് 1 മൈനസ് 7 എന്താണ്? -6 ആണ്, വരില്ല. 1 മൈനസ് 8 -7 ആണ്. 1 മൈനസ് 9 -8 ആണ്, ഇതൊന്നും വരില്ല അല്ലേ, കാരണം 5നെ കൊണ്ട് ഇതൊന്നും 5ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല ഇത്. 1 മൈനസ് 10 എന്ന് പറഞ്ഞാൽ -9 ആണ്, അത് വരില്ല. 1 മൈനസ് 11 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് -10 ആണ്. വീണ്ടും അതെന്താണ്? അത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 11 ഇവിടെ വരും. 11.
ഇനി നോക്കിക്കുക 1 മൈനസ് 12. 1 മൈനസ് 12 എന്ന് പറഞ്ഞതാണ് -11 ആണ്. ഇനി എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല, കാരണം എയിൽ എത്രയേ ഉള്ളൂ? 12 വരെ ഉള്ളൂ. അപ്പോൾ അപ്പോൾ ഏതൊക്കെയാണ് ആ എലമെൻറ്റ്സ്? 1, 6, 11. അപ്പോൾ ഇതാണ് 1ൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ വരുന്നത്. അതുപോലെ 2ൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ വരുന്നത് ഏതായിരിക്കും? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. 2ൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ വരുന്നത് 2 മൈനസ് 1, അത് 1 ആണ്. അപ്പോൾ അത് വരില്ല. 2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്, അത് വരും അല്ലേ? കാരണം 0 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വരുന്നുണ്ട്. അപ്പം ഞാൻ നേരെ 2 പോയിട്ട് എഴുതി. ഇനി അടുത്തത് 2 മൈനസ് 3 നോക്കി, അതെന്താണ്? -1 ആണ്, അത് വരില്ല. 2 മൈനസ് 4 നോക്കി, അത് -2 ആണ്, അത് വരില്ല. 2 മൈനസ് 5 നോക്കി, അത് -3 ആണ്, അതും വരില്ല. 2 മൈനസ് 6 നോക്കി, അത് -4 ആണ്, അതും വരില്ല. പിന്നെ ഏതാണ്? 2 മൈനസ് 7 നോക്കി, അത് -5 ആണ്, അത് വരും. കാരണം 5ൻ്റെ മൾട്ടിപ്പിൾ ആണത്. അപ്പോൾ ഈ നമ്പർ വന്നു. അപ്പോൾ അതേതാണ്? അത് 7 ആണ്. അപ്പോൾ 7 വെച്ച് മൈനസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അത് എഴുതി. ഇനി അടുത്തത് 2 മൈനസ് 8, അത് വരില്ല, -6 ആണ്. 2 മൈനസ് 9, അതും വരില്ല, അത് -7 ആണ്. 2 മൈനസ് 10, അത് -8 ആണ്, അത് വരില്ല. 2 മൈനസ് 11, അതും വരില്ല, അത് -9 ആണ്. 2 മൈനസ് 12 -10 ആണ്, അത് വീണ്ടും 5ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് എന്ത് വരുന്നുണ്ട്? നമ്മുടെ 12 വരുന്നുണ്ട്. സോ 12ഉം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഐഡിയയിൽ ബാക്കി ചെയ്ത് നോക്കാം. ഇനി 3ൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്തായിരിക്കും? 3ൻ്റെ ഇക്വലൻസ് ക്ലാസ് പറയുമ്പോൾ ഉറപ്പായിട്ടും 3 ഉണ്ടാവും. കാരണം ഇക്വലൻസ് റിലേഷൻ അല്ലേ, ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? നമ്മൾ ഈ ഇക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് ഇക്വലൻസ് റിലേഷന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻ്റ് തന്നെ ആ ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവും. കാരണം A, ആറിൽ ഉണ്ടായാലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. റിഫ്ലെക്സീവ് ആവേണ്ട, അതായത് ഇക്വലൻസ് റിലേഷൻ ആവേണ്ട ഒരു കണ്ടീഷൻ റിഫ്ലെക്സീവ് ആവാന്നുള്ളതാണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻ്റ് എന്തായാലും ആ സെറ്റിൽ ആദ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 3 എന്തായാലും അതിലുണ്ട്. പിന്നെ അടുത്തത് ഏതാണ്? 3 നിങ്ങൾ എന്ത് നമ്പർ മൈനസ് ചെയ്താലായിരിക്കും, അതായത് ഇതിലുള്ള ഏത് നമ്പർ മൈനസ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടാകും? അത് 8 ആണ്, വേറെ നമ്പർ ഇല്ല. 4ന് അതുപോലെ തന്നെ 4 എന്തായാലും വരും. പിന്നെ ഏത് നമ്പറാണ്? 9 ആണത്. പിന്നെ അതുപോലെ തന്നെ 5ന് 5 വരും, പിന്നെ 10 വരും. ഇനി നോക്കിക്കോ, അതുപോലെ തന്നെ 6 നിങ്ങൾ നോക്കിയാൽ 6 വരും. പിന്നെ ഏത് നമ്പറാണ് വരിക? പിന്നെ 1 വരും. പിന്നെ ഏതാണ് വരിക? 11 വരും. കാരണം എന്താണ്? നമ്മൾ നോക്കിക്കുക, നമ്മൾ തുടങ്ങുക 1 എന്നല്ലേ? 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. പിന്നെയാണ് നമ്മൾ 6 മൈനസ് 2, 6 മൈനസ് 3 അങ്ങനെ പോണത്. ഫസ്റ്റ് തന്നെ 5 നമുക്ക് കിട്ടി. ഇനി 6 മൈനസ് 11 നോക്കിക്കുക. 6 മൈനസ് 11 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അതും -5 ആണ് കിട്ടുന്നത്. അതും വീണ്ടും 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. ഇനി അടുത്ത് 7 എടുത്താലോ? 7 എടുത്താൽ നിങ്ങൾക്ക് 7 കിട്ടും. പിന്നെയോ 2 വരും. പിന്നെ വരണ നമ്പറാണ് 12. ഓക്കെ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് എന്തായാലും കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 8ൻ്റെ ഇക്വലൻസ് ക്ലാസ് നിങ്ങൾ നോക്കിക്കുക. 8 എടുത്ത സമയത്ത് നിങ്ങൾക്ക് 8 വരും. പിന്നെ എന്താ വരിക? നിങ്ങൾക്ക് 3 വരും അല്ലേ? അതുപോലെ 9 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 9 വരും. പിന്നെ നിങ്ങൾക്ക് 4 വരും. പിന്നെ അതുപോലെ തന്നെ 10 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 10 എന്തായാലും വരും. പിന്നെ 5 വരും. അതുപോലെ 11 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വരിക? 11 വരും, 1 വരും, 6 വരും. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതന്നെ കിട്ടുള്ളൂ. പിന്നെ 12 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 12ഉം വരും, 2ഉം വരും, 7ഉം വരും. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റെയും ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കേ, നിങ്ങൾ 1ൻ്റെ ഇക്വലൻസ് ക്ലാസ് നോക്കിയേ. ആ ഇക്വലൻസ് ക്ലാസ്സിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 6 ഉണ്ട്, 11 ഉണ്ട്. 1ൻ്റെ ഇക്വലൻസ് ക്ലാസ് നോക്കി. നിങ്ങൾ 6ൻ്റെ ഇക്വലൻസ് ക്ലാസ് നോക്കിക്കേ. സെയിം സെറ്റ് തന്നെയല്ലേ നിങ്ങൾക്ക് ഇവിടെ വന്നത്? അതുപോലെ തന്നെ അതിലുള്ള വേറെ എലമെൻ്റാണ് 11. 11ൻ്റെ ഇക്വലൻസ് ക്ലാസ് നോക്കിക്കേ, സെയിം തന്നെയല്ലേ വന്നത് അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ 2ൻ്റെ ഇക്വലൻസ് ക്ലാസ് നോക്കിക്കേ. 2ൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് 2, 7, 12. അപ്പോൾ നിങ്ങൾ 7ൻ്റെയും 12ൻ്റെയും നോക്ക്, സെയിം സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് അല്ലേ? ഓർഡർ വ്യത്യാസമുണ്ട്, പക്ഷേ നമ്മൾ ഈ സെറ്റിൽ ഓർഡർ വ്യത്യാസമുള്ളത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. പിന്നെ ഇവിടെ 3ൻ്റെ നോക്കൂ. 3ൻ്റെ നോക്കിയാൽ 3ഉം 8ഉം ആണുള്ളത്. അപ്പോൾ നിങ്ങൾ നേരെ 8ൻ്റെ നോക്കിക്കേ, അവിടെയും 8ഉം 3 ആണുള്ളത്. അതായത് ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളിനി ബാക്കിയും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് നിങ്ങളിപ്പോൾ ഇക്വലൻസ് ക്ലാസ്സിൽ ഇപ്പം A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വലൻസ് ക്ലാസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ Aയിലുള്ള ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻ്റ് ആണ് ABCD എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ Bൻ്റെ ഇക്വലൻസ് ക്ലാസ് എടുത്താലും ഈ സെയിം സെറ്റ് തന്നെയായിരിക്കും എനിക്ക് കിട്ടുക. സെയിം സെറ്റിനെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ക്യാപിറ്റൽ എയിലുള്ള എലമെൻറ്റ്സ് എടുത്ത് തന്നാലും ഇപ്പോൾ ഒരു കുറേ സെറ്റ് ഉണ്ട് വിചാരിച്ചോ, കുറേ എലമെൻറ്റ്സ് ഉണ്ട് വിചാരിച്ചോ, ഈ എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇക്വലൻസ് ക്ലാസ് ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു എലമെൻറ്റ് ഒരു ഇക്വലൻസ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻസ് ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതും ആ സെയിം സെറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ എലമെൻറ്റിനും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ ക്വസ്റ്റ്യനിൽ ഇക്വലൻസ് ക്ലാസ്സസ് ഓഫ് എന്താ പറയുക, എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ ഇക്വലൻസ് ക്ലാസ്സസ് ഫോർ ആർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി, നമ്മൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അവിടെ എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കുക, ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 6 റിപ്പീറ്റ് ചെയ്യേണ്ടത്, 7 റിപ്പീറ്റ് ചെയ്യേണ്ടത്, 8 റിപ്പീറ്റ് ചെയ്യേണ്ടത്, 9 റിപ്പീറ്റ് ചെയ്യണം, 10, 11, 12 ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വലൻസ് ക്ലാസ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ ഇക്വലൻസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ 5 സെറ്റാണ് നമ്മുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയണത് ഇവിടെ. അപ്പോൾ എന്താണ് ഇക്വലൻസ് ക്ലാസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്, ഇപ്പോൾ ഒരു എലമെൻറ്റ് വേറൊരു എലമെൻറ്റിനോട് റിലേറ്റഡ് ആണെങ്കിൽ അതെല്ലാം കൂടി നമ്മളൊരു സെറ്റാക്കി എഴുതും. അപ്പോൾ അതിനാണ് ഇക്വലൻസ് ക്ലാസ് വിളിക്കുന്നത്. അപ്പോൾ ഈ 5 ഇക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ therefore ഇങ്ങനെ എഴുതിയാൽ മതി, ഇക്വലൻസ് ക്ലാസ്സസ് ഓഫ് 4R. ആറിനുള്ള ഇക്വലൻസ് ക്ലാസ്സസ് ഏതൊക്കെയാണ്? സെറ്റ് 1, 6, 11 ഉണ്ട്, പിന്നെ 2, 7, 12 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ആണ്. പിന്നെ ഇതിലുള്ള എലമെൻ്റ് അന്ന് അത് തന്നെയല്ലേ. പിന്നെ ഇത് എന്തിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്? ഇത് 2ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. പിന്നെ ഏതാണ്? 3, 8 ഇത് 3ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. പിന്നെ ഏതാണ്? 4ൻ്റെ ഇക്വലൻസ് ക്ലാസ്, അതേതാണ്? 4, 9. പിന്നെന്താണ്? 5 ആണ് വരുന്നത്. 5, 10. അപ്പോൾ ഇതാണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് എളുപ്പമാണല്ലേ, ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സിനൊക്കെ ഒരു സെറ്റാക്കി എഴുതിയാൽ മതി. പിന്നെ ഇത് റിപ്പീറ്റേഷനും വരും. അതായത് ഇപ്പോൾ ഈ സെറ്റിൽ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് ഈ സെയിം സെറ്റ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സെറ്റ് മാത്രം, അതായത് ഒരു സെറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഈ റിപ്പീറ്റേഷൻ വരാതിരിക്കുന്ന ആ ഒരു കേസ് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് പാർട്ടീഷൻ എന്താന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ പാർട്ടീഷൻ എന്താ പറയണത് ഒരുപാട് സമയത്ത് ഇത് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ലെറ്റ് ആർ ബി ആൻ ഇക്വലൻസ് റിലേഷനോടെ സെറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വലൻസ് ക്ലാസ്, അതിന് എന്തായാലും ഇക്വലൻസ് ക്ലാസ് ഉണ്ടാവുമല്ലോ. ഈ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഇക്വലൻസ് ക്ലാസ്സസിൻ്റെ ഒക്കെ യൂണിയൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എ കിട്ടും. അതുപോലെ തന്നെ 2 ഇക്വലൻസ് ക്ലാസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണില്ല അല്ലേ. അതായത് നിങ്ങൾ തന്നെ കണ്ടോ, ഇവിടുത്തെ കണ്ടോ, ഈ 2 ഇക്വലൻസ് ക്ലാസ്, ഇത് 2 ഇക്വലൻസ് ക്ലാസ് ആണ്, ഇത് 2 വേറെ ഇക്വലൻസ് ക്ലാസ് ആണ്, ഇത് 2 വേറെ ഇക്വലൻസ് ക്ലാസ് ആണ്, ഇത് 2 വേറെ ഇക്വലൻസ് ക്ലാസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഉണ്ടോ? 6 എന്നുള്ള ഒരു എലമെൻറ്റ് ഈ സെറ്റ് മാത്രമേ ഉള്ളൂ, അത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ 10 എന്നുള്ള എലമെൻറ്റ് ഈ സെറ്റ് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതായത് ഏതെങ്കിലും 2 ഇക്വലൻസ് ക്ലാസ് നിങ്ങൾ എടുത്താൽ അത് 2 തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലേ. അതുപോലെ തന്നെ ഈ സെറ്റുകളുടെ ഒക്കെ ഈ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ഒക്കെ യൂണിയൻ നിങ്ങൾ എടുത്ത് നോക്കിക്കേ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും എന്തേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഇതിൻ്റെ യൂണിയൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് തന്നെ കിട്ടും. നിങ്ങൾ തന്നെ നോക്കിക്കേ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ യൂണിയൻ എടുത്ത് ഈ ഓരോ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ യൂണിയൻ നിങ്ങൾ എടുത്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? 1 ഉണ്ട് ഇവിടെ, പിന്നെ എന്താണ്? 2 വരുന്നുണ്ട്, പിന്നെ 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. വേറെ ഏത് എലമെൻറ്റ്സ് ഉണ്ടോ അവിടെ? ഇല്ല. അത് തന്നെയല്ലേ നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ്. അപ്പോൾ നിങ്ങൾ യൂണിയൻ എടുക്കുന്ന സമയത്ത്, ഇക്വലൻസ് ക്ലാസ്സിൻ്റെ യൂണിയൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? യൂണിയൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ സെറ്റ് തന്നെ കിട്ടും. ഏത് സെറ്റിലാണോ നിങ്ങൾ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യണം അത് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഇവർ തമ്മിൽ എന്തായിരിക്കും? ഇവരെല്ലാം ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇക്വലൻസ് ക്ലാസ്സസ് ഫോംസ് എ പാർട്ടീഷൻ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, ഈ ഇക്വലൻസ് ക്ലാസ്സസ് ഒരു പാർട്ടീഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. പാർട്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നിങ്ങളടുത്തൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിന് കുറേ സബ്സെറ്റുകളുണ്ട്. ഇതൊരു സബ്സെറ്റ്, ഇതൊരു സബ്സെറ്റ്, ഇതൊരു സബ്സെറ്റ്, ഇങ്ങനെ വിചാരിച്ചു. ഇതൊക്കെ ഓരോ സബ്സെറ്റാണ്. അപ്പോൾ ഈ സബ്സെറ്റുകളെല്ലാം നോൺ എംപ്റ്റി ആയിരിക്കണം. ഒന്ന് നോൺ എംപ്റ്റി, പിന്നെ അതുപോലെ തന്നെയുള്ള കണ്ടീഷനാണ് ഇവർ ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. അതായത് ഒന്നും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല, കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും വരാൻ പാടില്ല ഇവിടെ. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ യൂണിയൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഹോൾ സെറ്റ് തന്നെ കിട്ടണം. അതായത് ഹോൾ സെറ്റ്, ഈ മൊത്തം സെറ്റ് തന്നെ കിട്ടണം. അതിനാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാട്ടോ ഞാൻ പറഞ്ഞ ഫോർമൽ ഡെഫിനിഷൻ എഴുതിയത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പം നോക്കിക്കോ, അപ്പോൾ നോക്കിയോ, ഈ ഒരു സെറ്റിന് നമുക്ക് ഇങ്ങനെ ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പാർട്ടീഷൻ, ഒരു സെപ്പറേഷൻ ഇവിടെ ഉണ്ടായില്ലേ. അപ്പോൾ അതിനെയാണ് ഈ പാർട്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പാർട്ടീഷൻ എന്താണെന്ന് പറയണം. അതായത് ഇപ്പം നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയണം ഇതൊരു പാർട്ടീഷനാണ് എന്ന് പറയുകയാണെങ്കിൽ അത് മാത്തമാറ്റിക്കലി അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു ഫോർമൽ ഡെഫിനിഷനാണ് പറയുന്നത്. ഇക്വലൻസ് ക്ലാസ്സിൻ്റെ കാര്യമല്ല പറയണത്. ഇത് പാർട്ടീഷൻ എന്താണെന്നാണ് പറയണത്. പാർട്ടീഷൻ ഈസ് ഓഫ് എ സെറ്റ് എസ് ഇസ് എ കളക്ഷൻ ഓഫ് ഡിസ്ജോയിന്റ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് എസ് ദാറ്റ് ഹാവ് എസ് ആസ് ദെയർ യൂണിയൻ. ഓക്കെ, ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്താ പറയാൻ പറ്റും? ദ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് എ ഐ
forms a partition of S if and only if AI not equal to 5, AI intersection AJ equal to 5 when I not equal to J and union AI എന്ന് പറഞ്ഞാൽ എസ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടീഷൻ്റെ ഡെഫിനിഷൻ. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ എം ടി ആയിട്ടുള്ള ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് നിങ്ങൾ എടുക്കുന്ന സമയത്ത്, ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടണം? ആ സെറ്റ് തന്നെ കിട്ടണം അല്ലേ? അപ്പോൾ ഇക്വലൻസ് ക്ലാസ് പറഞ്ഞാൽ അതന്നെ. ഇക്വലൻസ് ക്ലാസ് നോൺ എം ടി അല്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഇക്വലൻസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു എലമെൻറ്റ് എടുത്താൽ, ഇക്വലൻസ് ക്ലാസ് പറഞ്ഞാൽ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴല്ലേ കിട്ടുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റ് എടുത്താൽ ആ എലമെൻറ്റ് തന്നെ എന്തായാലും അവിടെ ഉണ്ടാവും. ഇപ്പോൾ വേറൊരു എലമെൻറ്റ് അതുമായിട്ട് റിലേറ്റഡ് ഇല്ലെങ്കിലും ആ ഒരൊറ്റ എലമെൻറ്റെങ്കിലും അവിടെ കിടക്കും. അതുകൊണ്ട് ഇക്വലൻസ് ക്ലാസ് ഒരിക്കലും എം ടി ആവില്ല. പിന്നെ അതുപോലെ തന്നെ ഇക്വലൻസ് ക്ലാസ് നമ്മൾ കണ്ടു, ഇക്വലൻസ് ക്ലാസ് ഒരിക്കലും എന്താണ്, ഏതെങ്കിലും ഒരു കോമൺ എലമെൻ്റ് ഒന്നും അതിൽ വരുന്നില്ല. അങ്ങനെ ഒരു കേസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? എല്ലാ ഇക്വലൻസ് ക്ലാസ്സിൻ്റെയും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് ആ ഒറിജിനൽ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ സെയിം ക്വസ്റ്റ്യൻ ചെയ്ത ആ ക്വസ്റ്റ്യൻ്റെ തന്നെ പാർട്ടീഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതും യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പാർട്ടീഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നമ്മളപ്പോൾ എഴുതിയാൽ മതി, നമ്മളൊരു സെറ്റ് എഴുതാം. സെറ്റ്, എന്നിട്ട് ഈ സെറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇക്വലൻസ് ക്ലാസ്സുകൾ എഴുതാം. ഏതൊക്കെയായിരുന്നു അത്? 1, 6, 11, പിന്നെ അടുത്തത് എന്തായിരുന്നു? 2, 7, 12, പിന്നുള്ളത് 3, 8, പിന്നെയുള്ള പാർട്ടീഷൻ എന്തായിരുന്നു? 4, 9, സോറി ഇക്വലൻസ് ക്ലാസ് എന്തായിരുന്നു? പിന്നെ അതുപോലെ തന്നെ 5, 10, പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല, എത്ര തന്നെയുള്ളൂ അല്ലേ? അപ്പോൾ ഇതായിരുന്നു ആ ഇക്വലൻസ് ക്ലാസ്. അപ്പോൾ പാർട്ടീഷൻ ഓഫ് എ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. പാർട്ടീഷൻ ഓഫ് എ അതെന്താണ്? ഇതാണ് പാർട്ടീഷൻ ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി നമുക്കൊരു പുതിയ ചോദ്യം നോക്കാം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ ഇക്വലൻസ് ക്ലാസ്സും പാർട്ടീഷനും ഒക്കെയാണ് നമ്മൾ നോക്കി. ഇത് നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5 ആൻഡ് ആർ ഇസ് എൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എ ദാറ്റ് ഇൻഡ്യൂസസ് ദ പാർട്ടീഷൻ A is equal to set 1, 2 union, set 3, 4 union, set 5. What is R? നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കണം, ആ ഇക്വലൻസ് റിലേഷൻ ആർ എന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആ പാർട്ടീഷൻ തന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ആർ എന്താണ്, ആ റിലേഷൻ എന്താണെന്നാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളെ മനസ്സിലുണ്ടാവുന്ന കാര്യം എന്താണ്? ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഇക്വലൻസ് ക്ലാസ് പറഞ്ഞിട്ട് ഒരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ ആ എലമെൻറ്റുമായിട്ട് ബന്ധമുള്ള എലമെൻറ്റ്സ് ആയിരിക്കും എന്തിലുണ്ടാവുക, ആ ഒരു സെറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇക്വലൻസ് ക്ലാസ്സുകളാണ്. ഇതൊരു ഇക്വലൻസ് ക്ലാസ് ആണ്, ഇതൊരു ഇക്വലൻസ് ക്ലാസ് ആണ്, ഇതൊരു ഇക്വലൻസ് ക്ലാസ് ആണ്. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ഇക്വലൻസ് ക്ലാസ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ എഴുതി തന്നാൽ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇക്വലൻസ് ക്ലാസ് എന്ന് പ്രത്യേകം എടുത്ത് പറയാണ്ട് ഇങ്ങനെയാണ് തന്നു വെച്ചാൽ ഇതൊരു ഇക്വലൻസ് ക്ലാസ്, ഇതൊരു ഇക്വലൻസ് ക്ലാസ്, ഇതൊരു ഇക്വലൻസ് ക്ലാസ്, അങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പം ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? 1,2 എന്നുള്ളൊരു ഇക്വലൻസ് ക്ലാസ്സിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുത്താൽ 1 അതിൽ റിലേറ്റഡ്, കാരണം നിങ്ങൾ 1ൻ്റെ ഇക്വലൻസ് ക്ലാസ്സുമാണ് ഇത് 2ൻ്റെ ഇക്വലൻസ് ക്ലാസ് തന്നെയാണ് അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറഞ്ഞേ, നമ്മളൊരു ഇക്വലൻസ് ക്ലാസ്സിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ ഒക്കെ തന്നെ ഇക്വലൻസ് ക്ലാസ് തന്നെയാണ് ആ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇത് 1ൻ്റെയും 2ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ 1ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എലമെൻറ്റ്സ് നോക്കുമ്പോൾ അതിൽ 1 ഉണ്ട്, 2 ഉണ്ട്. അതുപോലെ തന്നെ 2 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ചെയ്ത് നോക്കുമ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 1 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1, അപ്പോൾ 1,1 എന്ന് എഴുതി. പിന്നെ 1 ആയിട്ട് റിലേറ്റഡ് ചെയ്താണ് 2, അപ്പോൾ 1,2 എന്ന് എഴുതി ഞാൻ. പിന്നെ എന്താണ്? 2 ആയിട്ട് റിലേറ്റഡ് ആയിട്ട് 1 ഉണ്ട്, അപ്പോൾ 2,1 എന്ന് ഞാൻ എഴുതി. 2 ആയിട്ട് റിലേറ്റഡ് ഏതാണ്? 2,2 ഉണ്ട്. ഇനി ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ നോക്കിക്കേ, റിഫ്ലെക്സീവ് ആണ്, കാരണം ഏതാ 1ഉം 1,1ഉം 2,2 ഉണ്ട് അവിടെ. ഇനി സിമെട്രിക് 1,2 ഉള്ളതുകൊണ്ട് 2,1 ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾ സിമെട്രിക്കിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1,1ഉം 2,2ൻ്റെയും തിരിച്ചെഴുതിയാലും സെയിം എലമെൻ്റ് തന്നെ വരുന്നതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പം 1,2 എന്നുള്ള ഇക്വലൻസ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്തത് ഇക്വലൻസ് ക്ലാസ് 3, 4 അല്ലേ? അതെന്തിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്? 3ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്, 4ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ ഇതൊന്ന് എന്താ എഴുതാം? 3 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ് 3, അപ്പോൾ 3,3. പിന്നെ 3 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് 4. ഓക്കെ, ഇനി അടുത്തത് 4 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കിടക്കുന്നത് 3, പിന്നെയോ 4 ആയിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്നത് 4. അപ്പോൾ അതവിടെ വന്നു. ഇനി അടുത്തത്
5ൻ്റെ ഇക്വലൻസ് ക്ലാസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലേ, 5ൻ്റെ ഇക്വലൻസ് ക്ലാസ് എടുക്കുമ്പോൾ 5ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എലമെൻറ്റ് ഏതാണ്? 5 മാത്രമാണ്. അപ്പോൾ 5,5. ചില കുട്ടികൾ ഇവിടെ ഒരു എലമെൻറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇക്വലൻസ് റിലേഷൻ ആണ് ഇവിടെ, ഇക്വലൻസ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇക്വലൻസ് റിലേഷൻ വഴിയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് വന്നാൽ ഒരൊറ്റ എലമെൻറ്റാണ് ഇവിടെ വരുന്നത് വെച്ചാൽ ഉറപ്പിച്ചോ 5,5 അവിടെ എന്തായാലും ഉണ്ടാവും അല്ലേ, കാരണം ഇക്വലൻസ് റിലേഷനാണ് നമ്മൾ പറയണത്. ഇവിടെ ഇപ്പോൾ എത്ര സെറ്റ്, ഇപ്പോൾ ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സിൻ്റെ A, A ഫോമിൽ അവിടെ ഉണ്ടായാൽ മാത്രമേ അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. റിഫ്ലെക്സീവ് ആവാൻ ഇക്വലൻസ് റിലേഷൻ ആവാനുള്ള ഒരു കണ്ടീഷനാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും 5,5 അവിടെ ഉണ്ടാവണം. അപ്പോൾ ഓരോ ഇക്വലൻസ് ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ എലമെൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. therefore R എന്ന് പറഞ്ഞുള്ള സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് 5,5, പിന്നെ എന്താണുള്ളത്? 3,3, 3,4 ഉണ്ട്, 4,3 ഉണ്ട്, 4,4 ഉണ്ട്. പിന്നെ ഏതാണ് നമുക്ക് കിട്ടിയത്? പിന്നെ കിട്ടിയിട്ടുള്ളത് 1,1 ഉണ്ട്, 1,2 ഉണ്ട്, 2,1 ഉണ്ട്, 2,2 ഉണ്ട്. ഇത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ ട്രാൻസിറ്റീവ് ആണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം വെച്ചാൽ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ അർത്ഥം എന്താണ്? ഇക്വലൻസ് ക്ലാസ്സിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സെറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എലമെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു ട്രാൻസിറ്റീവ് ആണോ നോക്കണ്ട. ട്രാൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ അത് താനേ വന്നോളൂ ആ എലമെൻറ്റ്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണം, നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി ഇത് കേട്ടോ. ഈ ഒരൊറ്റ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ കൂടുതൽ ഇതിലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ട്രാൻസിറ്റീവ് ആണോ സിമെട്രിക് ആണോ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കിത് വേഗം കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് A ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6 and suppose the partition of A is equal to set 1, 3 union set 2, 4, 6 union set 5. Find the equivalence relation R on A that induces this partition. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. എന്താണോ തന്നത് അത് അതുപോലെ എഴുതാം. അപ്പോൾ സെറ്റ് 1, 3 അല്ലേ, 1, 3. അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്? 1ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. അതുപോലെ തന്നെ 3ൻ്റെയും ഇക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് 1, അപ്പോൾ 1,1 വരും. ഇനി 1ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് 3, അപ്പോൾ 1,3 വരും. ഇനി അടുത്തത് 3ൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് 3 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് 1, അപ്പോൾ 3,1 വരുന്നു. പിന്നെ എന്താണ്? 3 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് 3,3. നിങ്ങളിവിടെ സിമെട്രിക് ആണ് ഒന്നും നോക്കണ്ട, ഇത്രയും എഴുതിയാൽ മതി. ഇത് എഴുതിയാൽ മതി, വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇനി അടുത്തത് ഇക്വലൻസ് ക്ലാസ് ചെയ്താൽ 2, 4, 6 ആണ്. ഇത് എന്തിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്? 2ൻ്റെയും 4ൻ്റെയും 6ൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, 2ൻ്റെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് 2, അപ്പോൾ 2,2 വന്നു. പിന്നെ എന്താണ്? 2,4 വന്നു, പിന്നെ 2,6 വന്നു. ഇനി അടുത്തതോ 4,2 വരും, പിന്നെയോ 4,4 വരും, പിന്നെയോ 4,6 വരും. പിന്നെ അതുപോലെ 6ന് എടുക്കുന്ന സമയത്ത് 6,2 വരും, 6,4 വരും, 6,6 വരും. ഇത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ബ്ലോക്ക് ഏതാണ്? അടുത്ത ബ്ലോക്ക് 5 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മാത്രം വന്നാൽ 5,5 ആണ് അടുത്ത എലമെൻറ്റ്. therefore നമ്മുടെ R എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് എന്തായിരിക്കും? R എന്ന് പറയുമ്പോൾ 5,5 ഉണ്ട്, പിന്നെയോ 6,2, 6,4, 6,6, 4,2, 4,4, 4,6, അതുപോലെ 2,2, 2,4, 2,6, പിന്നെ 1,1, 1,3, 3,1, 3,3. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ഇതിൽ ഉണ്ടാവും. അതായത് ഇവിടെ കിട്ടിയ എലമെൻറ്റ്സ് ഒക്കെ ഇങ്ങോട്ട് എഴുതിയാണ്. അപ്പം അത് തന്നെയല്ലേ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ അതാ സെയിം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇക്വലൻസ് റിലേഷൻ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങളത് ഇക്വലൻസ് ക്ലാസ് ആക്കി എഴുതുക, അതിൽ നിന്ന് എലമെൻറ്റ്സ് എടുക്കുക. അല്ലാണ്ട് ട്രാൻസിറ്റീവ് ആണോ സിമെട്രിക് ആണോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് അങ്ങനെ എഴുതുക, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യൂണിയൻ ആക്കി അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ.